നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് എന്ന കളി അനിശ്ചിതത്വങ്ങളുടേതാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ചില ടീമുകൾ ആ അനിശ്ചിതത്വങ്ങളെ ഒരു ശാപം പോലെ കൊണ്ടു നടക്കാറുണ്ട്. IPL 2026 തുടക്കത്തിൽ വസന്തം പോലെ പൂത്തുലഞ്ഞ പഞ്ചാബ് കിങ്സ് എന്ന ടീം ഇന്ന് നിരാശയുടെ കൊടുമുടിയിലാണ്. തോൽവി അറിയാത്ത 7 മത്സരങ്ങളിൽ നിന്ന് തുടർച്ചയായ 5 പരാജയങ്ങളിലേക്ക് വീണ പഞ്ചാബിന്റെ ഈ കഥ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും ഉള്ളുലയ്ക്കുന്നതാണ്. IPL 2026 ആദ്യ പകുതി പഞ്ചാബ് കിങ്സിന്റേതായിരുന്നു എന്ന് നിസ്സംശയം പറയാം. കളിച്ച ആദ്യ 7 മത്സരങ്ങളിലും എതിരാളികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവർ പോയിന്റ് ടേബിളിൽ ഒന്നാമതായി വാണു. കാട്ടുതീ പോലെ പടർന്ന ആ വിജയക്കുതിപ്പിന് മുന്നിൽ ലീഗിലെ വമ്പൻ ടീമുകളെല്ലാം മുട്ടുമടക്കി. അന്ന് പഞ്ചാബ് ക്യാമ്പിൽ ചിരിയും ആത്മവിശ്വാസവും മാത്രമായിരുന്നു. 97% പ്ലേ ഓഫ് സാധ്യതയുമായി അവർ കിരീടത്തിലേക്ക് കയ്യെത്തും ദൂരത്തായിരുന്നു. ആരാധകർ സ്വപ്നം കണ്ടു, ഇത്തവണ കപ്പ് പഞ്ചാബിലേക്ക്. ഓരോ സ്റ്റേഡിയത്തിലും അവരുടെ വിജയഭേരികൾ മുഴങ്ങി. എന്നാൽ 7ാം മത്സരത്തിന് ശേഷം വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊരു ദുരന്ത നാടകമായിരുന്നു. വസന്തം മാറി അവിടെ ഒരു വലിയ കൊടുങ്കാറ്റ് വീശി. തുടർച്ചയായ 5 മത്സരങ്ങളിലെ പരാജയങ്ങൾ ആ വിജയക്കുതിപ്പിന്റെ ചിറകരിഞ്ഞു. 12 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 97 നിന്നും സാധ്യതകൾ വെറും 40% കൂപ്പുകുത്തി. വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്നും പരാജയത്തിന്റെ പടുകുഴിയിലേക്കുള്ള ഈ വീഴ്ച പെട്ടെന്നായിരുന്നു. ആവേശത്തോടെ ചിരിച്ചിരുന്ന മുഖങ്ങൾ മാറി. ഡഗ് ഔട്ടിലും ഗാലറിയിലും നിരാശയുടെയും സമ്മർദ്ദത്തിന്റെയും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ചോക്കേഴ്സ് എന്ന പഴയ ദുഷ്പേര് വീണ്ടും പഞ്ചാബിനെ വേട്ടയാടാൻ തുടങ്ങി. ഈ ദാരുണമായ തകർച്ചയ്ക്ക് പിന്നിൽ നിരവധി കാര്യങ്ങളുണ്ട്. ആവേശത്തോടെ ചിരിച്ചിരുന്ന മുഖങ്ങൾ മാറി. ഡഗ് ഔട്ടിലും ഗാലറിയിലും നിരാശയുടെയും സമ്മർദ്ദത്തിന്റെയും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ചോക്കേഴ്സ് എന്ന പഴയ ദുഷ്പേര് വീണ്ടും പഞ്ചാബിനെ വേട്ടയാടാൻ തുടങ്ങി. ഈ ദാരുണമായ തകർച്ചയ്ക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർണായക ഘട്ടങ്ങളിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള അവരുടെ കഴിവില്ലായ്മ തന്നെയാണ്. ആദ്യ 7 വിജയങ്ങൾ നൽകിയ ആത്മവിശ്വാസം എവിടെയോ അമിത വിശ്വാസമായി മാറി. 8ാം മത്സരത്തിൽ അപ്രതീക്ഷിതമായ ഒരു പരാജയം വന്നപ്പോൾ ടീമിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ ചെറിയ പരാജയം വലിയൊരു പരിഭ്രാന്തിയായി ടീമിനുള്ളിൽ പടർന്നു. നിർണായക നിമിഷങ്ങളിൽ ടീമിനെ നയിക്കേണ്ട മുൻനിര ബാറ്റർമാർക്ക് താളം പിഴച്ചു. റണ്ണൊഴുക്ക് പാടെ നിലച്ചു. പവർ പ്ലേയിൽ തകർപ്പൻ തുടക്കം നൽകിയിരുന്നവർ തുടർച്ചയായി പരാജയപ്പെട്ടത് മധ്യനിരയെ വലിയ സമ്മർദ്ദത്തിലാക്കി. ആദ്യ മത്സരങ്ങളിൽ കൃത്യതയോടെ പന്തെറിഞ്ഞിരുന്ന ബൗളർമാർക്ക് എതിരാളികളുടെ പ്രത്യാക്രമണത്തിന് മുന്നിൽ മറുപടിയില്ലാതെ പോയി. ഡെത്ത് ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാൻ കഴിയാത്തത് പരാജയങ്ങളുടെ ആക്കം കൂട്ടി. പ്ലാൻ എ പരാജയപ്പെടുമ്പോൾ ഒരു പ്ലാൻ ബി നടപ്പിലാക്കാൻ പഞ്ചാബ് മാനേജ്മെന്റിന് സാധിച്ചില്ല. സമ്മർദ്ദഘട്ടങ്ങളിൽ ഒരു ടീമായി പൊരുതുന്നതിന് പകരം വ്യക്തിഗത പ്രകടനങ്ങളിലേക്ക് ടീം ഒതുങ്ങിപ്പോയി. ഏറ്റവും ശക്തരായ ടീമിൽ നിന്നും തുടർച്ചയായി 5 മത്സരങ്ങൾ തോറ്റ് ഏറ്റവും വലിയ ചോക്കേഴ്സ് എന്ന വിളിപ്പേര് കേൾക്കേണ്ടി വന്നത് പഞ്ചാബ് ആരാധകരുടെ നെഞ്ചിലെ വലിയൊരു മുറിവാണ്. പ്ലേ ഓഫിൽ കടക്കാൻ ഇനി അവർക്ക് മറ്റു ടീമുകളുടെ വിജയപരാജയങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ കളിയിൽ വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്നും പരാജയത്തിന്റെ അഗാധതയിലേക്കുള്ള പഞ്ചാബ് കിങ്സിന്റെ ഈ വീഴ്ച IPL ചരിത്രത്തിലെ മറ്റൊരു കണ്ണീർ ചിത്രമായി അവശേഷിക്കുകയാണ്. ഒരു തിരിച്ചുവരവ് പഞ്ചാബിന് സാധ്യമാകുമോ? അതോ പതിവ് പോലെ ഈ വർഷവും അവർ നിരാശയോടെ മടങ്ങുമോ? ഈ തകർച്ചയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? പഞ്ചാബ് കിങ്സിന്റെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പ്ലേ ഓഫിൽ കടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ എല്ലാ ചെറിയ വാർത്തകളും വലിയ വാർത്തകളും നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്